ഇത് സോഷ്യൽ മീഡിയയുടെ കാലമാണ്. അതുകൊണ്ട് തന്നെ ക്രിസ്മസ് കാർഡുകൾക്ക് പകരം ഇപ്പോൾ അധികവും ഫേസ്ബുക്കിലൂടെയും വാട്സാപ്പിലൂടെയും ഒക്കെയാണ് ആശംസകൾ കൈമാറുന്നത്. ഒരു കാലത്ത് ആശംസാ കാർഡുകളുടെ പൂക്കാലമായിരുന്നു ക്രിസ്മസ് ന്യൂ ഇയർ കാലം. എന്നാൽ ഫേസ്ബുക്ക്, വാട്സാപ്പ്, ഇൻസ്റ്റഗ്രാം, ട്വിറ്റർ തുടങ്ങിയ സമൂഹ മാധ്യമങ്ങളുടെ വരവോടെ ആശംസാ കാർഡുകളിൽ സ്വന്തം കൈപ്പടയിൽ പ്രിയപ്പെട്ടവർക്ക് മനസ്സു തുറന്ന് എഴുതി കാർഡുകൾ അയക്കുന്ന ശീലവും മലയാളി മറന്നു തുടങ്ങി. ഈ ഹൈടെക് യുഗത്തിലും ക്രിസ്മസ് ന്യൂ ഇയർ ആശംസാ കാർഡുകളെ നെഞ്ചിലേറ്റുന്നവർ ഇപ്പോഴും ഉള്ളതുകൊണ്ടാണ് ആശംസാ കാർഡ് വിപണി ഇന്നും നിലനിൽക്കുന്നത്. പണ്ടത്തെ അപേക്ഷിച്ച് കച്ചവടം കുറവാണ് കാർഡിന്. പക്ഷേ എന്നാലും ഈ ഫാമിലി കാർഡുകൾക്ക് ഇപ്പോഴും ആവശ്യക്കാർ ഇഷ്ടപ്പെടുന്നുണ്ട്. റീറ്റെയിൽ കടകളിൽ വളരെ കുറവായതുകൊണ്ട് ഇവിടേക്ക് കാർഡ് വാങ്ങാൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ വരുന്നുണ്ട്. ഈ ഗിഫ്റ്റ് കൈമാറുന്നതിന് സ്കൂളുകളിലേക്ക് കാർഡ് പോകാറുണ്ട്, ചെറു കാർഡ് പോകാറുണ്ട്. പിന്നെ 1 രൂപ തൊട്ട് 500 രൂപ ഒരു പീസ് വില വരുന്ന കാർഡുകൾ നമ്മുടെ ഉണ്ട്. ഇപ്പോൾ കാർഡുകൾക്ക് ഈ ലവ് കാർഡുകൾ ഒഴിച്ച് ബാക്കി എല്ലാ ഫാമിലി കാർഡുകളും ഇപ്പോൾ നന്നായിട്ട് പോകുന്നുണ്ട്. സാന്താക്ലോസ്, തിരുപ്പിറവി, റോസാപ്പൂവ്, മെഴുകുതിരി തുടങ്ങിയ ചിത്രങ്ങൾ ആലേഖനം ചെയ്ത കാർഡുകളും ആൽബം കാർഡുകളും തുടങ്ങി കരവിരുതിൽ കമനീയത വിടർത്തുന്ന ആശംസാ കാർഡുകളും വിപണിയിലുണ്ട്. മതസൗഹാർദ്ദം വിടർത്തുന്ന ന്യൂ ഇയർ കാർഡുകളും പ്രണയ ജോഡികൾക്ക് കൈമാറുന്നതിനുള്ള സ്പെഷ്യൽ കാർഡുകളും കടകളിൽ ഇടം നേടിയിട്ടുണ്ട്. സ്കൂളുകളിലും ക്ലബ്ബുകളിലും മറ്റ് ആഘോഷങ്ങളിലും പരസ്പരം സമ്മാനം കൈമാറുന്ന പതിവ് ഇന്നും നിലനിൽക്കുന്നത് ഈ മേഖലയുടെ നിലനിൽപ്പിന് ആശ്വാസമാവുകയാണ്. എന്നാൽ സൗഹൃദവും പ്രണയവും ആശംസകളുമൊക്കെ നിറയുന്ന ക്രിസ്മസ് കാർഡുകളുമായി എത്തുന്ന പോസ്റ്റ്മാനെ കാത്തിരുന്ന കാലം നമുക്ക് അന്യമാകുകയാണ്. ആശംസകൾ ഹൈടെക് ആയതോടെ അല്പം ഇടിവ് സംഭവിച്ച വിപണിയാണ് ആശംസാ കാർഡ് വിപണി. എങ്കിലും ഇപ്പോഴും ക്രിസ്മസ് ന്യൂ ഇയർ കാർഡുകൾക്ക് ആവശ്യക്കാരുണ്ടെന്നാണ് കച്ചവടം സൂചിപ്പിക്കുന്നത്. ക്യാമറമാൻ കൃഷ്ണകുമാർ കെ മലയിലിനൊപ്പം ശ്രീകേഷ് വെള്ളായൻകര, TCV ന്യൂസ്.